അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന സ്ഥലം മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ബത്തേരി ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ബത്തേരി മൂലങ്കാവ് നാഷണൽ ഹൈവേന്ന് ബത്തേരി മൈസൂർ വഴിയാണ് ഞാൻ പറയുന്നത്. മൂലങ്കാവ് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ നിന്ന് നാഷണൽ ഹൈവേന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഭയങ്കര ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു 2 ഏക്കർ സ്ഥലം, നല്ല സൂപ്പർ ലാൻഡ് ആട്ടോ. പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഫോറസ്റ്റ് തൊട്ടടുത്തുണ്ട്. നമ്മളെ ലാൻഡ് അതിര് ഫോറസ്റ്റ് ഇല്ല, പക്ഷേ തൊട്ടടുത്ത് ഫോറസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല റിസോർട്ടുകൾ, നല്ലൊരു എന്താ പറയുക, ഒരു സൈലൻ്റായിട്ട് ഏരിയയിൽ റിസോർട്ടുകളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ല ലാൻഡാണ്. സെൻറ്റിന് 40,000 രൂപയാണ് വില വരുന്നത്. ആസ്കിങ് റേറ്റാണ് 40,000 രൂപ. ചെറുതായിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കുറയുന്ന റേറ്റാണ്. അപ്പോൾ ടോട്ടൽ 2 ഏക്കർ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ലാൻഡ് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ല ലാൻഡാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്പർ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ബത്തേരി മൂലങ്കാവിന്ന് 1 കിലോമീറ്റർ ഉള്ളോട്ടുള്ള ഒരു ഏരിയയിലാണുള്ളത്. ഹൈവേന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. നമ്മളെ ലാൻഡിലോട്ട് പോകുന്ന വഴിയാട്ടോ അത്. ഈ വഴി പോയി നമ്മൾ ലാൻഡിലെത്തുമ്പോഴത്തേക്ക് നമ്മളൊന്ന് റീഫ്രഷ് ആവും. അത്ര രസമുള്ള കാഴ്ച കേട്ടോ. ഒരുപാട് ലോങ് വ്യൂ ആണ്, ഫുള്ള് വയലാണ്. ഏറുമാടങ്ങളൊക്കെ നിങ്ങൾ അതിൽ കാണുന്നുണ്ടാവും, ചെറിയ ഏറുമാടങ്ങളുണ്ട്. ഫുള്ള് എന്താ പറയുക, സൂപ്പർ ഗ്രീനറിയാണ്. ലോങ് കാണിക്കുന്നതൊക്കെ ഫോറസ്റ്റ് ആട്ടോ, അത്രയും ലോങ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു വയലിൻ്റെ വ്യൂ നമ്മളെ ലാൻഡിൽ നിന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ ഏതാണ്ട് ലാൻഡ് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ലാൻഡാണ് കേട്ടോ. ടോട്ടൽ ഇത് 2 ഏക്കർ ലാൻഡാണ് ഉള്ളത്. ഈ റോഡ് ഒരു 60 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടം വരെ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഇവിടെ ആണ് ഇത് തീരുന്നത്. ചെറിയൊരു കച്ചിക്കൂനയൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നമ്മളെ പറമ്പിലുള്ളതാണ്. 1-2 പശുക്കൾ അവർ വളർത്തുന്നുണ്ട്. ഈ ഒരു ടാറിങ് റോഡ് ഫ്രണ്ടേജാണ്. കറക്റ്റ് 1.5 കിലോമീറ്ററാണ് ഹൈവേയിലേക്ക് വിടുന്നുള്ളത്. ലാൻഡ് ലെവൽ ലാൻഡാണ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു 60 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിൽ വലിയ കാർഷിക വിളകളൊന്നുമില്ല. പിന്നെ ഈ ഒരു വയലിൻ്റെ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഭംഗി. നമുക്കിവിടെ നല്ലൊരു ഹോം സ്റ്റേ ചെയ്യാം, നല്ലൊരു റിസോർട്ട് ചെയ്യാം. അങ്ങനെ കൊമേഴ്ഷ്യലി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ ലാൻഡ് ഏറ്റവും സൂട്ടാവുക. ഈ ഒരു ഭാഗം ഫോറസ്റ്റ് ആട്ടോ, അതായത് ലാൻഡിൻ്റെ തൊട്ടടുത്ത് വരെ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളെ ലാൻഡിൻ്റെ ബോർഡർ അതിരുകൾ ഒന്നും ഫോറസ്റ്റ് അല്ല, പല ആൾക്കാരെ വ്യക്തികളെ ലാൻഡാണ്. അത്യാവശ്യം മൃഗങ്ങളൊക്കെ വരുന്ന ഏരിയയാണ്. പക്ഷേ ഇവിടെ കാര്യമായിട്ടില്ല എന്നാണ് നമ്മളിവിടെ ലോക്കൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ മൃഗങ്ങളൊക്കെ വരുന്ന ഏരിയ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു ലാൻഡാണിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കയറാം. ഇതിൽ വലിയ കയറ്റമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ കയറ്റം പോലെ മേലോട്ട് അങ്ങനെ കിടക്കുകയാണ്. ലെവലാണ് ലാൻഡ്. നമുക്കിതൊരു 4 പീസൊക്കെ ആക്കാം. ചില ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, 4 ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് ഒരു 2 ഏക്കർ എടുത്താൽ 50-50 സെൻറ്റ് വെച്ചിട്ട് 4 പ്ലോട്ടാക്കാം. കാരണം ഈക്വലായിട്ട് സ്ക്വയറായിട്ടാണ് ലാൻഡ് കിടക്കുന്നത്. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെൻട്രലിൽ കൂടെ ഒരു വഴി വെട്ടിയാൽ മതി. ഈ ഒരു ലാൻഡ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നിങ്ങളിപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇതിൽ കാണിക്കുന്നതിൻ്റെ ഇരട്ടി വ്യൂ കിട്ടും നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഫോണിലായതുകൊണ്ട് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നല്ല വ്യൂ ആട്ടോ ഇത്, നല്ല ലോങ് വ്യൂ കിട്ടും. അത്യാവശ്യം കൊമേഴ്ഷ്യലി നല്ലൊരു സംഭവം ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടും. ഈ ഏരിയൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് കർണാടക ആയി, മുത്തങ്ങ ചെക്ക് പോസ്റ്റായി. നമ്മളൊരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബത്തേരി ടൗണായി. എല്ലാ ഏരിയയിലും ഒരുപാട് ടൂറിസ്റ്റ് സംഭവങ്ങളുള്ളൊരു ഭാഗമാണ്. ആ കാണിക്കുന്നതൊക്കെ ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ കാടിനടുത്ത് നല്ലൊരു ഗ്രാമത്തിൽ നല്ല ഭംഗിയുള്ള ശാന്തമായ ഒരു ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വേഗം വിളിക്കുക. വിലയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്.